അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക്വസ്റ്റ്യനിയറിൻ്റെ ഗുഡ് ക്വാളിറ്റീസിനെ കുറിച്ചായിരുന്നു നമ്മൾ പഠിച്ചത്. അപ്പോൾ അതിൻ്റെ തുടർച്ചയാണ് ഈ ഒരു ക്ലാസ്. അഡ്വാൻറ്റേജസ് ഓഫ് ക്വസ്റ്റ്യനിയർ മെത്തേഡ് ഓഫ് ഡാറ്റ കളക്ഷൻ. ഡാറ്റ കളക്ഷനിൽ നമ്മൾ ക്വസ്റ്റ്യനിയർ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് ദി മോസ്റ്റ് ഇക്കണോമിക്കൽ മെത്തേഡ് ഓഫ് ഡാറ്റ കളക്ഷൻ. അപ്പോൾ ഡാറ്റ കളക്ഷന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ ഇക്കണോമിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ലാഭകരമായിട്ടുള്ള ഒരു മെത്തേഡാണ്, വലിയ ചിലവില്ലാത്തൊരു മെത്തേഡാണ് ഈ ക്വസ്റ്റ്യനിയർ മെത്തേഡ് എന്ന് പറയുന്നത്. ഇറ്റ് എൻഷുവേഴ്സ് എ റീസണബിൾ സ്റ്റാൻഡേർഡ് ഓഫ് ആക്യുറൻസി. നമുക്ക് അത്യാവശ്യം ആക്യുറേറ്റ് ആയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ തന്നെ ക്വസ്റ്റ്യനിയർ വഴി നമുക്ക് ലഭിക്കാറുണ്ട്. ഇറ്റ് ഹെൽപ്സ് ടു കളക്ട് ഒറിജിനൽ ഡാറ്റ, അതായത് പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു രീതിയാണ് ക്വസ്റ്റ്യനിയർ മെത്തേഡ്. ദർ ഇസ് നോ ചാൻസ് ഫോർ പേഴ്സണൽ ആയിട്ടുള്ള ബയാസ് അല്ലെങ്കിൽ പക്ഷപാതിത്വപരമായിട്ട് ഉത്തരങ്ങൾ കിട്ടാനുള്ള സാധ്യത കുറവാണെന്ന് തന്നെ പറയാം. അത്തരത്തിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ധാരാളം ആളുകൾക്ക് ഇത് ഒരുമിച്ച് അയച്ചു കൊടുക്കുന്നുണ്ട്, നമ്മൾ തന്നെ ആളുകളെ സെലക്ട് ചെയ്ത് നമ്മൾ അയക്കുന്നതാണ്. പത്രത്തിലുള്ള ബയാസുകൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പരമാവധി ശ്രദ്ധിക്കണം. എ വൈഡ് ജോഗ്രഫിക് ഏരിയ ക്യാൻ ബി കവേർഡ് വിത്ത് എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം. നമുക്ക് ഈ മെയിൽ ചെയ്യുന്നതുകൊണ്ട് അല്ലെങ്കിൽ പോസ്റ്റലായിട്ടൊക്കെ അയച്ചു കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് കുറഞ്ഞ സമയത്തിനുള്ളിൽ വലിയൊരു ജോഗ്രഫിക്കൽ ഏരിയയിലുള്ള ആളുകൾക്ക് തന്നെ നമുക്ക് കോൺടാക്ട് ചെയ്യാനും അവരുടെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനും സാധിക്കും. റെസ്പോണ്ടൻസ് ക്യാൻ ബി ഈസിലി അപ്രോച്ച്ഡ്. നമുക്ക് ഇത്തരത്തിലുള്ള റെസ്പോൺസ് നൽകുന്ന അല്ലെങ്കിൽ ഇൻഫർമേഷൻ നൽകുന്ന ആളുകളെ നമുക്ക് മെയിൽ ചെയ്തൊക്കെ നമുക്ക് കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അവർ അപ്രോച്ചബിളാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യാൻ എളുപ്പത്തിൽ സാധിക്കും. യൂണിഫോമിറ്റി ഇൻ ദി ഡാറ്റ ക്യാൻ ബി എൻഷുവേർഡ്. നമുക്ക് ഒരേ തരത്തിലുള്ള ക്വസ്റ്റ്യനിയർ നമുക്ക് കൊടുക്കുന്ന വഴി, നമുക്ക് എല്ലാ ആളുകൾക്കും ഒരേ ക്വസ്റ്റ്യനിയർ നൽകുന്ന വഴി നമുക്ക് കിട്ടുന്ന ഡാറ്റയിലും യൂണിഫോമിറ്റി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒരേപോലുള്ള കാര്യങ്ങൾ, അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്താം. ദിസ് മെത്തേഡ് ഗീവ്സ് സഫിഷ്യൻറ്റ് ടൈം ടു ദ റെസ്പോണ്ടൻസ് ടു തിങ്ക് ആൻഡ് സെൻഡ് ദ റിപ്ലൈസ്. നമുക്ക് മെയിൽ ചെയ്ത് കിട്ടിയ ഒരു ക്വസ്റ്റ്യനിയർ അത് നമുക്ക് ആലോചിച്ച് വായിച്ച് നോക്കിയിട്ട് കൃത്യമായിട്ട് ഉത്തരങ്ങൾ കൊടുക്കാനുള്ള ഒരു സമയം, അതിനുശേഷം നമുക്ക് തിരിച്ചയച്ചാൽ മതി. അപ്പോൾ അത്തരത്തിലുള്ള സഫീഷ്യൻ്റ് ആയിട്ടുള്ള ടൈം റെസ്പോണ്ടൻസിന് കൊടുക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ആലോചിച്ചുള്ള ഉത്തരങ്ങൾ അതിൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇറ്റ് ഈസ് പോസിബിൾ ടു കളക്ട് റിപ്പീറ്റേറ്റീവ് ഇൻഫർമേഷൻ ത്രൂ ദിസ് മെത്തേഡ്. അപ്പോൾ നമുക്ക് കൂടുതൽ റിപ്പീറ്റേറ്റീവായിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യനുകൾ തയ്യാറാക്കിക്കൊണ്ട് നമുക്ക് അത്തരത്തിലുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്യാവുന്നതാണ്. തന്നെ അതിൻ്റെ ചില ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. അതായത് ക്വസ്റ്റ്യനിയർ വഴി നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ ഫേസ് ചെയ്യുന്ന കുറച്ച് ബുദ്ധിമുട്ടുകൾ നോക്കാം. ദ ആൻസേഴ്സ് മേ ബി വേഗ് ആൻഡ് അൺഇൻ്റലിജിബിൾ. ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസേഴ്സ് ഇപ്പോൾ നമ്മളവരുടെ അടുത്ത് നിന്ന് ഇത് പൂരിപ്പിച്ച് വാങ്ങിക്കാത്തതുകൊണ്ട് അവർ ചിലപ്പോൾ ഇപ്പോൾ ക്ലിയർ അല്ലാത്ത അല്ലെങ്കിൽ അൺഇൻ്റലിജിബിൾ എന്ന് വെച്ചാൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളത് അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള ആൻസേഴ്സൊക്കെ ഇതിൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. സക്സസ് ഓഫ് ദിസ് മെത്തേഡ് എൻറ്റയർലി ഡിപ്പെൻഡ്സ് അപ്പോൺ ദി കോപ്പറേഷൻ ഓഫ് ദി റെസ്പോണ്ടൻസ് വിച്ച് ഈസ് ലാക്കിംഗ് ഇൻ മോസ്റ്റ് ഓഫ് ദി കേസസ്. അപ്പോൾ നമുക്ക് ഈ റെസ്പോണ്ടൻസിന്, അതായത് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിയർ പലർക്ക് അയച്ചു കൊടുത്തിട്ട് അവരൊരു പക്ഷേ നമ്മളോട് കോപ്പറേറ്റ് ചെയ്യണമെന്നില്ല. കോപ്പറേറ്റ് ചെയ്താൽ മാത്രമേ ഇതൊരു വിജയമാവുകയുള്ളൂ. അപ്പോൾ മോസ്റ്റ് ഓഫ് ദി കേസിലും അതിൽ ഇത്തരത്തിലുള്ള റെസ്പോൺസുകൾ വളരെ കുറവായിരിക്കും. ദിസ് മെത്തേഡ് കനോട്ട് ബി യൂസ്ഡ് ഇഫ് ദി ഇൻഫോർമൻസ് ആർ ഇല്ലിറ്ററേറ്റ് ഓർ ഇൻഡിഫറൻറ്റ്. അപ്പോൾ നമ്മൾ അയച്ചു കൊടുക്കുന്ന ആളുകൾക്ക് ക്വസ്റ്റ്യനിയർ വായിച്ചു നോക്കാൻ മാത്രമുള്ള സാക്ഷരതയൊന്നും ഇല്ല എങ്കിൽ, അവർ നിരക്ഷരരാണെങ്കിൽ ഈ ഒരു മെത്തേഡ് ഫെയിലർ ആയിരിക്കും. അല്ലെങ്കിൽ അവർ ഇൻഡിഫറൻ്റ് ആണെങ്കിൽ, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യനൊക്കെ വന്നു കഴിയുമ്പോൾ അവരത് ഉദാസീനമായിട്ട് അതിനെ കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ തിരിച്ച് മറുപടി കൊടുക്കാതിരിക്കുകയാണെങ്കിൽ ഈ ഒരു മെത്തേഡ് ഫെയിലർ ആയി പോകും. ദിസ് ഈസ് നോട്ട് എ ഫ്ലെക്സിബിൾ മെത്തേഡ്. നമുക്കൊരു ഫ്ലെക്സിബിൾ മെത്തേഡ് അല്ല. ഇൻ്റർവ്യൂ മെത്തേഡ് ആണെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ക്വസ്റ്റ്യനുകളൊക്കെ നമുക്ക് സാഹചര്യം അനുസരിച്ച് മാറ്റി ചോദിക്കാൻ പറ്റും, പക്ഷേ അത്തരത്തിലുള്ള മാറ്റങ്ങൾ ഇവിടെ നടത്താൻ സാധിക്കില്ല. അതുകൊണ്ട് ഒരു ഫ്ലെക്സിബിൾ മെത്തേഡ് അല്ല എന്ന് പറയാം. ഇൻ കേസ് ഓഫ് ആഡിക്കേറ്റ് ഓർ ഇൻകംപ്ലീറ്റ് ആൻസേഴ്സ് ഇറ്റ് മേ ബി ഡിഫിക്കൽട്ട് ടു കറക്റ്റ് ദം. അപ്പോൾ നമുക്ക് ആഡിക്കേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് കിട്ടിയില്ല എങ്കിൽ, ഇന്നാഡിക്കേറ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് ആണ് കിട്ടുന്നത് അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് ആൻസേഴ്സ് ആണ് കിട്ടുന്നതെങ്കിൽ അത് വീണ്ടും കറക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കും. ദിസ് മെത്തേഡ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ക്ലാരിഫൈങ് ദ ഡൗട്ട്സ് ഇൻ ദ മൈൻഡ്സ് ഓഫ് ദ റെസ്പോണ്ടൻസ്. അപ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യനിയർ നമുക്ക് അയച്ചു കിട്ടി, അപ്പോൾ ആ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമുക്ക് സംശയം ഉണ്ടെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്യാനുള്ള സമയവും സാവകാശം നമുക്ക് ലഭിക്കണമെന്നില്ല. അപ്പോൾ അതിനുള്ള ഒരു സാവകാശം ഇല്ല അല്ലെങ്കിൽ അതിനുള്ള അവസരം ഇല്ല എന്നുള്ളത് അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. മോസ്റ്റ് ഓഫ് ദി റെസ്പോണ്ടൻസ് വിൽ നോട്ട് കോപ്പറേറ്റ് ആഫ് ദേ ഡു നോട്ട് ലൈക്ക് ടു ഗീവ് റിട്ടേൺ ഇൻഫർമേഷൻ. റിട്ടേൺ ആയിട്ടുള്ള ഇൻഫർമേഷൻ നൽകുന്ന കാര്യത്തിൽ പല റെസ്പോണ്ടൻസും അവർ താല്പര്യം സാധാരണ കാണിക്കാറില്ല. അതായത് ക്വസ്റ്റ്യനിയർ ഫില്ലപ്പ് ചെയ്യാൻ പലരും അവർ തയ്യാറാകാറില്ല. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു വെരിഫൈ ദ അക്യുറസി ഓഫ് ദി ഇൻഫർമേഷൻ. നൽകുന്ന ഇൻഫർമേഷൻ ആക്യുറേറ്റ് ആണോ ഇല്ലയോ എന്നുള്ളത് വെരിഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ക്വസ്റ്റ്യനിയർ ഉപയോഗിച്ചുകൊണ്ടുള്ള ഡാറ്റ കളക്ഷൻ്റെ ആ ഒരു ന്യൂനതകൾ എന്ന് പറയുന്നത്. ഒരു ഫോർമാറ്റ് ഓഫ് ക്വസ്റ്റ്യനിയറൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, മോഡൽ ഫോം കൊടുത്തിട്ടുണ്ട്. സാമ്പിൾ ക്വസ്റ്റ്യനിയറാണ്. ഏത് കാര്യങ്ങളെക്കുറിച്ചാണ്, ഇതിനു വേണ്ടിയാണ് പഠനം നടത്തുന്നുള്ള വിവരങ്ങൾ നൽകിയിട്ട് കവറിംഗ് ലെറ്റർ വെച്ചുകൊണ്ട് നമ്മൾക്ക് ഈ ഒരു ക്വസ്റ്റ്യനിയറിന് വേണ്ടി കവറിംഗ് ലെറ്ററിൻ്റെ ഒരു ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. അതിനുശേഷം ക്വസ്റ്റ്യനിയർ നൽകിയിട്ടുണ്ട്. ക്വസ്റ്റ്യനിയറിൽ ആദ്യം നമ്മൾ പേഴ്സണൽ പ്രൊഫൈൽ ഓഫ് ദ റെസ്പോണ്ടൻസ്, എന്തൊക്കെ കാര്യങ്ങളാണ്, നെയിം, ഏജ്, അഡ്രസ്സ്, എഡ്യൂക്കേഷൻ, ക്വാളിഫിക്കേഷൻ, അത്രയും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. ദെൻ അവരുടെ പർച്ചേസ് ഡിസിഷനെ കുറിച്ച്, അതിൻ്റെ പാറ്റേണിനെ കുറിച്ച്, ഓൺലൈനാണോ അവർ പർച്ചേസ് ചെയ്യുന്നത്, ഓഫ്ലൈനാണോ പർച്ചേസ് ചെയ്യുന്നത്, ഓൺലൈൻ ആൻഡ് ഓഫ്ലൈനാണോ പർച്ചേസ് ചെയ്യുന്നത്, ഏതാ കാര്യം എന്ന് വെച്ചാൽ ടിക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ടിക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ആളുകൾക്ക് എളുപ്പമുണ്ടല്ലോ, അവർക്ക് ഏതാണോ കറക്റ്റ് എന്ന് തോന്നുന്നു അതിൽ അവർക്ക് ടിക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും അല്ലേ. ദെൻ പർച്ചേസ് പ്രിഫറൻസ്, അതിൽ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത്
ക്വാളിറ്റി ഓഫ് ദി പ്രൊഡക്റ്റ്, ഏതൊക്കെ കാര്യങ്ങളാണ് പർച്ചേസ് ചെയ്യുമ്പോൾ അവർ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആകാം. അങ്ങനെ ഇതേ രീതിയിലാണ് ഒരു ക്വസ്റ്റ്യനെയർ ഉണ്ടാക്കുന്നത്. ക്വസ്റ്റ്യനെയറിൻ്റെ ഒരു മോഡലാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങളതൊന്ന് ജസ്റ്റ് പരിചയപ്പെട്ടിരിക്കുക കേട്ടോ. 2 മോഡലുകൾ നൽകിയിട്ടുണ്ട്. സാമ്പിൾ ക്വസ്റ്റ്യനെയർ 2 ഇവിടെ നൽകിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. ദെൻ മറ്റൊരു മെത്തേഡ് ഷെഡ്യൂൾ മെത്തേഡ് ഒരു ഡാറ്റ കളക്ഷനാണ്. ഇപ്പോൾ ഒബ്സർവേഷൻ മെത്തേഡ്, ക്വസ്റ്റ്യനെയർ മെത്തേഡ്, ഇപ്പോൾ ഇൻ്റർവ്യൂ മെത്തേഡ്, അതിനുശേഷം നമ്മൾ ഷെഡ്യൂൾ മെത്തേഡ് ഒരു ഡാറ്റ കളക്ഷൻ. അപ്പോൾ ഷെഡ്യൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓൾമോസ്റ്റ് ക്വസ്റ്റ്യനെയറിന് സിമിലർ ആണ്. അതായത് ക്വസ്റ്റ്യനെയർ പോലെ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് തന്നെ ഷെഡ്യൂൾ ഉണ്ടാവും. പക്ഷേ അതിൻ്റെ ഒരു വ്യത്യാസം ഉണ്ടെന്ന് വെച്ചാൽ ദീസ് ക്വസ്റ്റ്യൻസ് ആർ റിക്വയർഡ് ടു ബി റിപ്ലൈഡ് ബൈ ദ റെസ്പോണ്ടൻസ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് ആൻ ഇൻവെസ്റ്റിഗേറ്റർ. അപ്പോൾ ഇൻവെസ്റ്റിഗേറ്റർ ഹെൽപ്പോട് കൂടി, അതായത് നമ്മൾ ഷെഡ്യൂൾ ഫില്ല് ചെയ്യുമ്പോൾ റെസ്പോണ്ടൻസിനോട് കാര്യങ്ങൾ ചോദിച്ച് മിക്കവാറും ഇൻവെസ്റ്റിഗേറ്റർ തന്നെയായിരിക്കും അയാൾക്ക് വേണ്ടി അത് ഫില്ല് ചെയ്യുക. അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റർ ഒരു ഹെൽപ്പ് അവിടെ കിട്ടും. അതാണ് ഷെഡ്യൂളിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരു ഗുഡ് ഷെഡ്യൂളിൻ്റെ റിക്വസിറ്റ്സ് നമുക്ക് നോക്കാം. ഒന്ന്, ദ ക്വസ്റ്റ്യൻസ് ഇൻ ദി ഷെഡ്യൂൾ ഷുഡ് ബി വേഡഡ് ദാറ്റ് ദർ ഈസ് നോ ഗ്യാപ്പ് ഇൻ വാട്ട് ഈസ് ആസ്ക്ഡ് ബൈ ദി ഇൻവെസ്റ്റിഗേറ്റർ ആൻഡ് വാട്ട് ഈസ് അണ്ടർസ്റ്റുഡ് ബൈ ദ റെസ്പോണ്ടൻറ്റ്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനെയറിൻ്റെ ഗുഡ് ക്വാളിറ്റീസ് കണ്ടതുപോലെ തന്നെ ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള കുറച്ച് ഗുഡ് ക്വാളിറ്റീസ് ഇവിടെയുണ്ട്. അതായത് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റർ എന്താണ് ചോദിക്കുന്നത്, റെസ്പോണ്ടൻസ് എന്താണോ മനസ്സിലാക്കുന്നത്, അത് തമ്മിലൊരു വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല. അതായത് ചോദിക്കുന്ന ചോദ്യം അതേ രീതിയിൽ ഈ റെസ്പോണ്ടൻറ്റിന് മനസ്സിലാകുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഷെഡ്യൂളിലും ഉൾപ്പെടുത്തണം. ദ ഷെഡ്യൂൾ ഷുഡ് ബി പ്രിപ്പയർഡ് ഇൻ എ സ്പെസിഫൈഡ് മാനർ സോ ദാറ്റ് ദ റെസ്പോണ്ടൻസ് ഗെറ്റ് ഇൻസ്പയർഡ് ടു ഗീവ് കറക്റ്റ് ഇൻഫർമേഷൻ. അപ്പോൾ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നൽകുന്ന രീതിയിൽ അവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കണം ഷെഡ്യൂളിൽ വരേണ്ടത്. ദ ഇൻവെസ്റ്റിഗേറ്റർ ഷുഡ് നോട്ട് പുട്ട് സച്ച് ക്വസ്റ്റ്യൻസ് ഇൻ വിച്ച് ദർ ഈസ് ആൻ എലമെൻറ്റ് ഓഫ് സബ്ജക്റ്റിവിറ്റി. ഒരു പക്ഷപാതിത്വപരമായിട്ടുള്ള ഒരു ഉത്തരം കിട്ടുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഇൻവെസ്റ്റിഗേറ്റർ അതിൽ ഉൾപ്പെടുത്താൻ പാടില്ല. Only those questions should be put in the schedules which can be analyzed and subjected to statistical test. അപ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ റെസ്പോൺസ് കിട്ടി കഴിയുമ്പോൾ ആ റെസ്പോൺസാണ് നമ്മുടെ ഡാറ്റ എന്ന് പറയുന്നത് അല്ലേ. ആ ഡാറ്റ വെച്ചുകൊണ്ട് നമുക്ക് അനാലിസിസ് നടത്താനും അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ നടത്താനും ഒക്കെ പറ്റുന്ന രീതിയിലുള്ള ഡാറ്റ ആയിരിക്കണം നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ അത് മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ക്വസ്റ്റ്യൻസും നൽകേണ്ടത്. The respondents will be interested in replying only to such questions which are directly connected with the study. നമുക്ക് നമ്മുടെ പഠനവുമായിട്ട് നേരിട്ട് ബന്ധമുള്ള കാര്യങ്ങൾ മാത്രമാണ് അവർക്ക് ഇത്തരത്തിലുള്ള ഉത്തരങ്ങൾ പറയാൻ വേണ്ടി അവർക്ക് താല്പര്യം കാണിക്കുക അല്ലേ. അപ്പോൾ അതിനുവേണ്ടിയായിരിക്കണം അവരെ നിർബന്ധിക്കേണ്ടത്. സിമിലർലി നോ ക്വസ്റ്റ്യൻ ഷുഡ് ബി ഇൻക്ലൂഡഡ് ആൻഡ് ആഫ്റ്റഡ് വിച്ച് ക്രിയേറ്റ് സെൻസ് ഓഫ് ഷെയിം ഇൻ ദ റെസ്പോണ്ടൻസ്. അപ്പോൾ റെസ്പോണ്ടൻസിന് ഒരു നാണക്കേട് തോന്നുന്ന രീതിയിൽ, സെൻസ് ഓഫ് ഷെയിം തോന്നുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഉൾപ്പെടുത്താൻ പാടില്ല. ദ ഷെഡ്യൂൾ ഷുഡ് ബി ഷോർട്ട് ആൻഡ് വിത്ത് പ്രോപ്പർ മാർജിൻ. അപ്പോൾ നമ്മൾ ഷെഡ്യൂൾ തയ്യാറാക്കുമ്പോൾ അത് ഷോർട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉപയോഗപ്പെടുത്തണം. പ്രോപ്പറായിട്ടുള്ള മാർജിനൊക്കെ ഇട്ട് അല്ലെ വെൽ പ്ലാൻഡ് ആയിട്ട് ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനെയർ പോലത്തെ ഷെഡ്യൂൾ ആയിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്കിനി ഡിഫറൻസ് ബിറ്റ്വീൻ ക്വസ്റ്റ്യനെയർ ആൻഡ് ഷെഡ്യൂൾ, ക്വസ്റ്റ്യനെയറും ഷെഡ്യൂളും തമ്മിലുള്ള ഡിഫറൻസ് നോക്കിയാലോ. ഇതൊക്കെ നിങ്ങൾക്ക് തിയറി ക്വസ്റ്റ്യനായിട്ട് വരാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ് കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യനെയർ എന്താണ്, ഷെഡ്യൂൾ എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അതിൻ്റെ ഡിഫറൻസുകൾ നോക്കാം. ഇറ്റ് ഈസ് ആൻ ഇൻഡയറക്റ്റ് മെത്തേഡ് ഓഫ് ഡാറ്റ കളക്ഷൻ സിൻസ് ദ ഇൻവെസ്റ്റിഗേറ്റർ ഡസ് നോട്ട് വിസിറ്റ് ദ ഫീൽഡ് ഓഫ് എൻക്വയറി. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനെയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ഇൻഡയറക്റ്റ്, അതായത് നമ്മൾ നേരിട്ട് നമ്മളവരെ കാണുന്നില്ല, അയച്ചു കൊടുത്താണ് സാധാരണ അത് ഫില്ല് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് അത് ഇൻഡയറക്റ്റ് മെത്തേഡ് ഓഫ് ഡാറ്റ കളക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഷെഡ്യൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് മെത്തേഡാണ്, അതായത് നേരിട്ട് നമ്മൾ ആളുകളെ കണ്ട് നമ്മുടെ സഹായത്തോടു കൂടിയാണ് അവർ പറയുന്ന കാര്യങ്ങൾ നമ്മളാണ് ഫില്ല് ചെയ്ത് എടുക്കുന്നത് അല്ലേ. അപ്പോൾ അത് ഷെഡ്യൂളിൻ്റെ പ്രത്യേകത അതാണ്. ദെൻ ക്വസ്റ്റ്യനെയർ മെത്തേഡ് ഈസ് യൂസ്ഡ് വെൻ ദി ഫീൽഡ് ഓഫ് എൻക്വയറി ഈസ് ജോഗ്രഫിക്കലി വാസ്റ്റ്. സാധാരണ ക്വസ്റ്റ്യനെയർ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ ഫീൽഡ് ഓഫ് സ്റ്റഡി എന്ന് പറയുന്നത് വളരെ വിശാലമാണെങ്കിൽ, ഇപ്പോൾ കേരളം മുഴുവൻ നടത്തുന്ന ഒരു പഠനമാണെങ്കിൽ നമുക്ക് എല്ലായിടത്തും നേരിട്ട് പോയി ഈ ഷെഡ്യൂളിൽ കൊടുത്ത് ഫില്ലപ്പ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് അത്തരത്തിലുള്ള റെസ്പോണ്ടൻസിനെ കണ്ടെത്തിയിട്ട് അവർക്ക് ഇത് മെയിൽ ചെയ്ത് കൊടുക്കുകയോ പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കുകയോ ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ വാസ്റ്റ് ഏരിയ ആണെങ്കിൽ ഈ ക്വസ്റ്റ്യനെയർ മെത്തേഡാണ് സ്യൂട്ടബിൾ. സ്മോൾ ജോഗ്രഫിക്കൽ ഏരിയയൊക്കെ ആണെങ്കിൽ ഷെഡ്യൂൾ മെത്തേഡാണ് സ്യൂട്ടബിൾ ആയിട്ട് വരിക. ദ സക്സസ് ഓഫ് ക്വസ്റ്റ്യനെയർ മെയിൻലി ഡിപ്പെൻഡ്സ് ഓൺ ദി നേച്ചർ ഓഫ് കവറിംഗ് ലെറ്റർ. നമുക്കറിയാം ഈ ക്വസ്റ്റ്യനെയർ കൊടുക്കുമ്പോൾ ഒരു കവറിംഗ് ലെറ്റർ നമ്മൾ കൂടെ കൊടുക്കാറുണ്ട്. അപ്പോൾ കവറിംഗ് ലെറ്ററിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്ത് ഈ റെസ്പോണ്ടൻസിനെ നമുക്ക് കൺവിൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ അതിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യനെയർ മെത്തേഡിൻ്റെ സക്സസ് ഇരിക്കുന്നത് അല്ലേ. പക്ഷേ ഈ ഷെഡ്യൂളിൽ നമുക്ക് നേരിട്ട് നമ്മൾ ചെല്ലുന്നതുകൊണ്ട് അത്തരത്തിലുള്ള കവറിംഗ് ലെറ്റർ ഒന്നും ആവശ്യമില്ല. അത് ഇൻവെസ്റ്റിഗേറ്റർ സ്കില്ല്, അയാൾ അടുത്തിരുന്നാണ് ഇത് ഫില്ല് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇൻവെസ്റ്റിഗേറ്റർ സ്കില്ലിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഷെഡ്യൂളിൽ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻസിന് അതിനനുസരിച്ച് ആൻസർ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ദെൻ ഇൻഫർമേഷൻ ഒബ്റ്റെയിൻഡ് ഈസ് ലെസ് റിലയബിൾ. നമ്മൾ ക്വസ്റ്റ്യനെയർ വഴി ഫില്ല് ചെയ്ത് കിട്ടുന്ന ഇൻഫർമേഷൻ ഷെഡ്യൂളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ റിലയബിലിറ്റി കുറവാണ്, അല്ലെങ്കിൽ അതിനുള്ള വിശ്വാസ്യത കുറവാണ് നമുക്ക് പറയാൻ സാധിക്കും. കാരണം ഒരുപക്ഷെ ഇൻഡിഫറൻ്റ് ആയിട്ട് വളരെ പെട്ടെന്ന് സ്പീഡി ആയിട്ടൊക്കെ കൂടുതൽ ചിന്തിക്കാതെ ആൻസറുകളൊക്കെ നൽകുന്നതൊക്കെ ക്വസ്റ്റ്യനുകൾ വരാം. പക്ഷേ ഇവിടെ റിലയബിൾ ആയിട്ടുള്ള ഇൻഫർമേഷനാണ് കൂടുതലായിട്ട് നമ്മൾ ഷെഡ്യൂൾ കിട്ടുന്നത്. അതായത് ഇൻവെസ്റ്റിഗേറ്ററിൻ്റെ സഹായത്തോടു കൂടിയാണ് അവർ ഈ ഒരു ക്വസ്റ്റ്യനെയർ ഷെഡ്യൂൾ ഫില്ല് ചെയ്യുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ പിന്നെ ഇൻ കേസ് ഓഫ് ക്വസ്റ്റ്യനെയർ ദ ഫോർമാറ്റ്, ഗുഡ് പേപ്പർ, അട്രാക്റ്റീവ് പ്രിൻറ്റിംഗ്, പ്രോപ്പർ സ്പേസിംഗ്, അത്തരം കാര്യങ്ങളൊക്കെ ക്വസ്റ്റ്യനെയറിൽ പ്രാധാന്യമുണ്ട്. ഷെഡ്യൂളിൽ the format, the quality of paper, quality of printing, etc. do not have much importance.
അത് കാരണം ഇൻവെസ്റ്റിഗേറ്റർ തൊട്ടടുത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ എന്തെങ്കിലും സംശയം വന്നു കഴിഞ്ഞാൽ അയാളോട് ചോദിക്കാമെന്നുള്ളത് തന്നെ മറ്റു കാര്യങ്ങളൊന്നും ഇത്തരം കാര്യങ്ങളൊന്നും കൂടുതൽ പ്രാധാന്യം ഈ ഷെഡ്യൂളിൻ്റെ കേസിലില്ല. ഇൻ കേസ് ഓഫ് ക്വസ്റ്റ്യർ മെത്തേഡ് ദർ ഈസ് വൈഡ് ഗ്യാപ്പ് ബിറ്റ്വീൻ ദി ഇൻവെസ്റ്റിഗേറ്റർ ആൻഡ് ദ റെസ്പോണ്ടൻസ്. അപ്പോൾ രണ്ടുപേരും ദൂരെ ഉള്ള സ്ഥലങ്ങളിൽ നിന്നാണ് അവർ മെയിൽ വഴിയും പോസ്റ്റർ വഴിയാണ് അവർ കോൺടാക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ തമ്മിലൊരു ഗ്യാപ്പ് ഉണ്ട് അല്ലേ, ഗ്യാപ്പ് ഫീൽ ചെയ്യും. അപ്പോൾ ഷെഡ്യൂൾ മെത്തേഡിൽ ഒരു ക്ലോസ്നെസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു അടുപ്പം സൂക്ഷിക്കാൻ പറ്റും. ഇൻവെസ്റ്റിഗേറ്റർ നേരിട്ട് റെസ്പോണ്ടൻസിൽ നിന്ന് അത് ഫിൽ ചെയ്ത് വാങ്ങിക്കുകയാണ് അല്ലേ. ദെൻ ഇൻ ദ ക്വസ്റ്റ്യർ മെത്തേഡ് യൂഷ്വലി മോർട്ടാലിറ്റി റേറ്റ് ഈസ് വെരി ഹൈ. ക്വസ്റ്റ്യർ മെത്തേഡിൽ നമ്മൾ അയച്ചു കൊടുക്കുന്ന ക്വസ്റ്റ്യർ അവർ ഫില്ല് ചെയ്യാതെ ഇരിക്കുക, അത് തിരിച്ചു കിട്ടാതിരിക്കുക തുടങ്ങിയ സാഹചര്യങ്ങളുണ്ട്. മോർട്ടാലിറ്റി എന്ന് വെച്ചാൽ മരണനിരക്ക്. ക്വസ്റ്റ്യറിൻ്റെ മരണനിരക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യർ അയച്ചു കൊടുത്തിട്ട് നമുക്ക് തിരിച്ചു കിട്ടാത്ത അവസ്ഥ അല്ലേ, അത് കൂടുതലാണ്. അപ്പോൾ ഷെഡ്യൂളിൻ്റെ കേസിൽ ഇത്തരത്തിലുള്ള ഒരു ഫെയിലർ വരാനുള്ള സാധ്യതയില്ല, കാരണം നേരിട്ടാണ് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നത്. ഇൻ ക്വസ്റ്റ്യർ മെത്തേഡ് ഓൺലി പീപ്പിൾ വിത്ത് ഹൈ സ്റ്റാൻഡേർഡ് എഡ്യൂക്കേഷൻ ക്യാൻ ബി കവേർഡ്. അതായത് ലിറ്ററേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കാൻ കഴിവുള്ള ആളുകൾക്കാണ് ക്വസ്റ്റ്യർ അയച്ചു കൊടുത്തിട്ട് കാര്യമുള്ളൂ. പക്ഷേ ഷെഡ്യൂൾ മെത്തേഡ് ആണെങ്കിലും നമുക്ക് ലോ സ്റ്റാൻഡേർഡ് ഓഫ് എഡ്യൂക്കേഷനുള്ള ആളുകൾക്കും നമ്മൾ നേരിട്ട് ഡാറ്റ കളക്ട് ചെയ്യുന്നതുകൊണ്ട് ഈ ഷെഡ്യൂൾ നമുക്ക് ഫില്ലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും അല്ലേ. ക്വസ്റ്റ്യർ മെത്തേഡ് ഈസ് ലെസ് കോസ്റ്റ്ലി. ക്വസ്റ്റ്യർ മെത്തേഡിന് ചിലവ് കുറവാണെന്ന് പറയാം. പക്ഷേ ഷെഡ്യൂൾ മെത്തേഡ് നമ്മൾ നേരിട്ട് ചെല്ലുന്നതുകൊണ്ട് കൂടുതൽ കോസ്റ്റ് ഉണ്ടാവും. ദ റെസ്പോൺസ് ടു ക്വസ്റ്റ്യർ ഈസ് പൂവർ. നമുക്ക് ക്വസ്റ്റ്യറിൽ കിട്ടുന്ന പ്രതികരണം വളരെ കുറവായിരിക്കും. പക്ഷേ ഷെഡ്യൂളിൽ നമുക്ക് റെസ്പോൺസ് റേറ്റ് കൂടുതലാണെന്ന് പറയാൻ വേണ്ടി സാധിക്കും. ഇനി ഷെഡ്യൂളിൻ്റെ മെറിറ്റ്സ് നമുക്ക് നോക്കാം. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ഏകദേശം ഷെഡ്യൂളിൻ്റെ മെറിറ്റ്സ് ഓവർ ക്വസ്റ്റ്യർ നമുക്ക് മനസ്സിലായി കാണും. സിൻസ് ദ ഇൻവെസ്റ്റിഗേറ്റർ അപ്രോച്ചസ് ദ റെസ്പോണ്ടൻസ് പേഴ്സണലി ഇറ്റ് എൻഷുവേഴ്സ് മോർ റെസ്പോൺസ്. നമ്മൾ നേരിട്ട് ഈ കാര്യങ്ങൾ റെസ്പോൺസിന് വേണ്ടി നമ്മൾ നേരിട്ട് അവരെ അപ്രോച്ച് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ഇത്തരത്തിലുള്ള റെസ്പോൺസ് കിട്ടും. സിൻസ് ദ ഇൻവെസ്റ്റിഗേറ്റർ ബൈ ഹിംസെൽഫ് ഗോസ് ടു ദി ഇൻഫർമൻറ്റ് ദ ലാറ്റർ വിൽ പ്രൊവൈഡ് ഓൺലി സച്ച് ഇൻഫർമേഷൻ വിച്ച് ഈസ് കൺസിഡേർഡ് കറക്റ്റ്. അപ്പോൾ നേരിട്ടൊരു കാര്യം ചോദിക്കുമ്പോൾ നമുക്ക് തെറ്റായിട്ടുള്ള വിവരങ്ങൾ സാധാരണ നൽകാൻ വേണ്ടി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ നൽകാറുണ്ട്. അണ്ടർ ദിസ് മെത്തേഡ് ദ ഇൻവെസ്റ്റിഗേറ്റർ ക്യാൻ റിമൂവ് ഓൾ ദി ഡൗട്ട്സ് ഓഫ് ദി ഇൻഫോർമൻസിന് അല്ലെങ്കിൽ റെസ്പോണ്ടൻസിന് എന്തെങ്കിലും സംശയം ഉണ്ടാവുകയാണെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ ഡൗട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഈ ഇൻവെസ്റ്റിഗേറ്റർക്ക് പെട്ടെന്ന് സാധിക്കുന്നു. എനി ഡിഫക്റ്റ് ഇൻ ദി ഷെഡ്യൂൾ ക്യാൻ ബി ഈസിലി റെക്ടിഫൈഡ് ദ ഇൻവെസ്റ്റിഗേറ്റർ. അപ്പോൾ അവർ ചോദ്യങ്ങൾ ചോദിക്കുന്നു, മനസ്സിലാകത്തോണ്ട് ഉത്തരം നൽകുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഡിഫക്റ്റുകൾ വളരെ പെട്ടെന്ന് തന്നെ ഒഴിവാക്കാൻ വേണ്ടി അവർക്ക് സാധിക്കും. സിൻസ് ഓൾ റിപ്ലൈസ് ആർ പേഴ്സണലി ഫിൽഡ് ബൈ ദി ഇൻവെസ്റ്റിഗേറ്റർ ഹിംസെൽഫ് ദർ ആർ ഓൺലി ഫ്യൂ ചാൻസ് അറൈസ് ഗെറ്റിംഗ് ഇൻ ടു ദി ഷെഡ്യൂൾ. അപ്പോൾ ഈ ഷെഡ്യൂൾ നമ്മൾ കൊണ്ടുപോയി ചെന്ന് അവരുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അവരുടെ ഉത്തരങ്ങൾ നമ്മൾ തന്നെ രേഖപ്പെടുത്തുന്നതുകൊണ്ട് തെറ്റുണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇനി ഷെഡ്യൂളിൻ്റെ ഡീമെറിറ്റ്സ് ആയിട്ട് പറയുന്നത് ഇറ്റ് ഈസ് കോസ്റ്റ്ലി അഫെയർ. ഇതൊരു കോസ്റ്റ്ലി അഫെയർ ആണ്. അത് നമുക്ക് ഷെഡ്യൂളുകൾ തയ്യാറാക്കിയിട്ട് യാത്ര ചെയ്ത് അവിടെ ചെല്ലണം അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഒരു കോസ്റ്റ്ലി അഫെയർ ആണ്. ഇറ്റ് ഈസ് ടൈം കൺസ്യൂമിംഗ് ആണ്, കൂടുതൽ സമയമെടുക്കും. ഓൺലി ട്രെയിൻഡ് ഇൻവെസ്റ്റിഗേറ്റർ, ട്രെയിനിങ് കിട്ടിയ ഇൻവെസ്റ്റിഗേറ്റർ ആണെങ്കിൽ മാത്രമാണ് അത് വളരെ ഫലപ്രദമായിട്ട് അത് നടപ്പിലാക്കിയുള്ളൂ. എലാബറേറ്റ് അറേഞ്ച്മെൻറ്റ്സ് ആർ നെസസറി. നമ്മൾ ചെല്ലാൻ പോകുന്ന ആളുകൾ മുൻകൂട്ടി അറിയിക്കണം, അവിടെ യാത്ര ചെയ്ത് ചെല്ലണം, അതിനുള്ള അറേഞ്ച്മെൻറ്റുകളെല്ലാം ചെയ്യണം അല്ലേ. അപ്പോൾ നല്ല രീതിയിലുള്ള അറേഞ്ച്മെൻറ്റുകൾ ആവശ്യമാണ്. ദ പേഴ്സണൽ ബയാസ് ഓഫ് ദി ഇൻവെസ്റ്റിഗേറ്റർ മേ അഫക്റ്റ് ദ ക്വാളിറ്റി ഓഫ് ദ ഡാറ്റ. അപ്പോൾ നമുക്ക് ഈ ഇൻവെസ്റ്റിഗേറ്ററുടെ മനസ്സിൽ ഏതെങ്കിലും തരത്തിലുള്ള ആൻസർ കിട്ടണമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ക്വസ്റ്റ്യൻസ് പ്രസൻറ്റ് ചെയ്യാനും അവരെ കൊണ്ട് അത്തരത്തിലുള്ള ആൻസറുകൾ വാങ്ങിച്ചെടുക്കാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ്. ഒരു പേഴ്സണൽ ബയാസിനുള്ള സാധ്യതയുണ്ട്. ദിസ് മെത്തേഡ് കനോട്ട് ബി അപ്ലോഡ് വെൻ എ വൈഡ് ജോഗ്രഫിക്കൽ ഏരിയ ടു ബി കവേർഡ്. അപ്പോൾ വലിയ ഒരു സ്ഥലം, ഒരു വൈഡ് ജോഗ്രഫിക്കൽ ഏരിയ, അപ്പോൾ കേരളം മുഴുവൻ അല്ലെങ്കിൽ ഇന്ത്യ മുഴുവൻ നടത്തുന്ന ഒരു പഠനമാണെങ്കിൽ ഇത്തരത്തിലുള്ള ഷെഡ്യൂൾ മെത്തേഡ് സ്യൂട്ടബിൾ ആയിരിക്കില്ല അല്ലേ. ഇനി നമുക്ക് അടുത്തതായിട്ട് സെക്കൻഡറി ഡാറ്റ എന്താണെന്നുള്ളത് നോക്കണം. അതായത് സെക്കൻഡറി ഡാറ്റ എന്ന് വെച്ചാൽ ഡാറ്റ വിച്ച് ആർ കളക്റ്റഡ് ഫ്രം പബ്ലിഷ്ഡ് ആൻഡ് അൺപബ്ലിഷ്ഡ് സോഴ്സസ്. അതായത് ഡാറ്റ ഓൾറെഡി കളക്ട് ചെയ്ത വേറെ ഏതെങ്കിലും പർപ്പസിന് വേണ്ടി മറ്റുള്ള ആളുകൾ കളക്ട് ചെയ്ത് വെച്ച ഡാറ്റ, അത് പബ്ലിഷ് ചെയ്തതോ അൺപബ്ലിഷ്ഡ് ആയിട്ടുള്ള ഡാറ്റ അവരിൽ നിന്ന് ചോദിച്ച് വാങ്ങിക്കുന്നതിനാണ് സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക, പ്രൈമറി ഡാറ്റ നമ്മൾ നേരിട്ട് കളക്ട് ചെയ്യുമ്പോൾ സെക്കൻഡറി ഡാറ്റ ഓൾറെഡി പബ്ലിഷ് ചെയ്തു അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്യാത്തതായ മറ്റുള്ള പർപ്പസിന് വേണ്ടി മറ്റാളുകൾ മറ്റ് ഏജൻസികൾ കളക്ട് ചെയ്ത് വെച്ച ഡാറ്റ നമ്മുടെ ഈ സ്റ്റഡിക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിനാണ് സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ സോഴ്സ് ഓഫ് സെക്കൻഡറി ഡാറ്റയുടെ സോഴ്സ് എന്ന് പറഞ്ഞാൽ ഓർത്തിരിക്കുക, ഒഫീഷ്യൽ റിപ്പോർട്ട്സ് ഓഫ് ഗവൺമെൻറ് ആൻഡ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെയും ഗവൺമെൻറ്റിൻ്റെയൊക്കെ ഒഫീഷ്യൽ റിപ്പോർട്ടുകൾ, ദെൻ ട്രേഡ് അസോസിയേഷൻ, ചേംബർ ഓഫ് കൊമേഴ്സ് തുടങ്ങിയവയുടെ പബ്ലിക്കേഷൻസ്, ടെക്നിക്കൽ ജേണൽസ്, ന്യൂസ് പേപ്പർ, പീരിയോഡിക്കൽസ്, ആനുവൽ റിപ്പോർട്ട്സ് ഓഫ് കമ്പനീസ്, അതിൻ്റെയൊക്കെ അത്തരത്തിലുള്ള രേഖകൾ, റിസർച്ച് അബ്സ്ട്രാക്റ്റുകൾ, മറ്റ് റിസർച്ചുകളുടെ ചുരുക്ക രൂപങ്ങൾ അല്ലേ, ഇയർ ബുക്കുകൾ, പേഴ്സണൽ ഡോക്യുമെൻറ്റുകൾ, ഇതൊക്കെ എന്താണ് സെക്കൻഡറി ഡാറ്റയാണ്. അതിൻ്റെ മെറിറ്റ്സ് എന്ന് പറഞ്ഞാൽ ആഡിക്വേറ്റ് ആൻഡ് ഒതൻറ്റിക് റെക്കോർഡ്സ് ആർ റെഡിലി അവൈലബിൾ. അപ്പോൾ ഒതൻറ്റിക് ആയിട്ടുള്ള, വളരെ ആധികാരികമായിട്ടുള്ള, വളരെ റെഡി ആയിട്ടുള്ള ആൻസേഴ്സുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇൻഫർമേഷൻ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് ലെസ് കോസ്റ്റ്ലി ആൻഡ് ടൈം കൺസ്യൂമിങ്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. നമുക്ക് പ്രൈമറി ഡാറ്റ കളക്ഷൻ പോലെ കൂടുതൽ സമയം എടുക്കില്ല. ഇറ്റ് ഈസ് കൺവീനിയൻറ്റ്. അതുകൊണ്ട് തന്നെ ഇത് കൺവീനിയൻ്റ് ആണ് അല്ലേ. ഡിമെറിറ്റ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഗെറ്റ് സഫീഷ്യൻറ്റ് ആക്യുറേറ്റ് സെക്കൻഡറി ഡാറ്റ ഒരുപക്ഷെ നമ്മൾ എടുക്കുന്ന ഡാറ്റ മറ്റാരോ കളക്ട് ചെയ്ത ഡാറ്റയാണ്, ഒരുപക്ഷെ അത് കൃത്യമാകണമെന്നില്ല, അതൊരു ഡിമെറിറ്റാണ്. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഫൈൻഡ് സ്യൂട്ടബിൾ സെക്കൻഡറി ഡാറ്റ ഫോർ ദി പർപ്പസ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. അപ്പോൾ ഇൻവെസ്റ്റിഗേഷന് വേണ്ടി നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഡാറ്റ നമുക്ക് കിട്ടണമെന്നില്ല, സെക്കൻഡറി ഡാറ്റ കിട്ടണമെന്നില്ല.
അടുത്തതായിട്ട് ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൈമറി ഡാറ്റ ആൻഡ് സെക്കൻഡറി ഡാറ്റ. പ്രൈമറി ഡാറ്റയും സെക്കൻഡറി ഡാറ്റയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് കളക്റ്റഡ് ഫ്രം പ്രൈമറി സോഴ്സസ്. പ്രൈമറി ഡാറ്റ എന്ന് വെച്ചാൽ പ്രൈമറി സോഴ്സ് അല്ലെങ്കിൽ നേരിട്ട് നമ്മൾ കളക്ട് ചെയ്യുന്ന ഡാറ്റയാണ് പ്രൈമറി ഡാറ്റ, അല്ലെങ്കിൽ നമ്മുടെ പഠനത്തിന് വേണ്ടി നമ്മൾ തന്നെ കളക്ട് ചെയ്യുന്ന ഡാറ്റയാണ് പ്രൈമറി ഡാറ്റ. സെക്കൻഡറി ഡാറ്റ എന്ന് വെച്ചാൽ സെക്കൻഡറി സോഴ്സുകൾ, RBIയുടെ സൈറ്റ് അല്ലെങ്കിൽ മറ്റ് ന്യൂസ് പേപ്പറുകൾ, ജേണൽസ്, ഇതെല്ലാം അതിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഡാറ്റയാണ് സെക്കൻഡറി ഡാറ്റ. പ്രൈമറി ഡാറ്റ ഇറ്റ് ഈസ് കളക്റ്റഡ് ഫോർ ദി ഫസ്റ്റ് ടൈം ഒറിജിനലി, അല്ലെങ്കിൽ നമ്മുടെ പർപ്പസിന് വേണ്ടി നമ്മൾ തന്നെ നേരിട്ട് കളക്ട് ചെയ്യുന്നതുകൊണ്ട് ഫസ്റ്റ് ടൈം കളക്ട് ചെയ്യുന്ന ഡാറ്റയാണ് പ്രൈമറി ഡാറ്റ. ഇവിടെ സെക്കൻഡറി ഡാറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെക്കൻഡറി ആണ്, അല്ലെങ്കിൽ മറ്റാരോ കളക്ട് ചെയ്ത ഡാറ്റയാണ്. അപ്പോൾ അതിൻ്റെ കളക്റ്റഡ് ഫോർ ദി സെക്കൻഡ് ടൈമാണ്, അല്ലേ, സബ്സീക്വൻറ്റ് ടൈമിലാണ്. ദെൻ ഇറ്റ് ഈസ് ദി ഷേപ്പ് ഓഫ് റോ മെറ്റീരിയൽ. അതായത് പ്രൈമറി ഡാറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ റോ മെറ്റീരിയൽ പോലെയാണ്, നമ്മൾ ആദ്യമായിട്ട് കളക്ട് ചെയ്യുന്ന ഡാറ്റയാണ്, അല്ലേ. അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അതിൻ്റെ അനാലിസിസും ഒക്കെ നമുക്ക് ഫ്രഷ് ആയിട്ട് നടത്താൻ വേണ്ടി സാധിക്കും. പക്ഷേ ഫിനിഷ്ഡ് ഗുഡ്സാണ് സെക്കൻഡ് ഡാറ്റ എന്ന് പറയുന്നത്. മറ്റുള്ള ആളുകൾ ഡാറ്റ കളക്ട് ചെയ്ത് ഒരു ഫിനിഷ്ഡ് ഗുഡ് പോലെ അവരുടെ റിസർച്ച് പേപ്പറിലും അല്ലെങ്കിൽ അവരുടെ ജേണലിലൊക്കെ പബ്ലിഷ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ്, അല്ലേ. അപ്പോൾ അത് സെമി ഫിനിഷ്ഡ് അല്ലെങ്കിൽ ഫിനിഷ്ഡ് ഗുഡ്സ് പോലെ നമുക്കതിനെ കണക്കാക്കാൻ സാധിക്കുകയുള്ളൂ. ദെൻ ആഫ്റ്റർ യൂസ് ഇറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു സെക്കൻഡറി ഡാറ്റ. നമ്മുടെ ഒരു തവണ നമ്മൾ പ്രൈമറി ഡാറ്റയായിട്ട് ഡാറ്റ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നീട് അത് മറ്റുള്ള ആളുകൾക്ക് സെക്കൻഡറി ഡാറ്റയായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും, അല്ലേ. സെക്കൻഡറി ഡാറ്റ ക്യാൻ നെവർ ബി കൺവേർട്ടഡ് ഇൻ ടു പ്രൈമറി ഡാറ്റ. സെക്കൻഡറി ഡാറ്റ പിന്നീട് ഒരു പ്രൈമറി ഡാറ്റയായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. സെക്കൻഡറി ഡാറ്റ എപ്പോഴും സെക്കൻഡറി ഡാറ്റ തന്നെയായിരിക്കും, അല്ലേ. ഇറ്റ് ഗോസ് ത്രൂ ദി ഫർദർ അനാലിസിസ് ആൻഡ് ചേഞ്ച് ഇറ്റ് സ്റ്റേപ്പ് ദെയർ ബൈ ഇൻ ദ കോഴ്സ് ഓഫ് ഇറ്റ്സ് ടൈം, അല്ലേ. അപ്പോൾ നമുക്ക് ഒരു ഡാറ്റ, ഒരു റോ മെറ്റീരിയൽ പോലെ അല്ലെങ്കിൽ റോ ഡാറ്റ നമ്മൾ കളക്ട് ചെയ്തിട്ട് നമ്മളതിൻ്റെ ഫർദർ അനാലിസിസിന് വേണ്ടി അല്ലെങ്കിൽ കൂടുതൽ അനാലിസിസ് നടത്തുകയും അതിൻ്റെ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് പഠിക്കാനൊക്കെ നമുക്ക് സാധിക്കുന്നതാണ് പ്രൈമറി ഡാറ്റയിൽ. അപ്പോൾ സെക്കൻഡറി ഡാറ്റയിൽ ഇറ്റ് ഈസ് യൂസ്ഡ് സച്ച് ആസ് വിതൗട്ട് എനി ചേഞ്ച് ഇൻ ഇറ്റ് ഷേപ്പ്. നമുക്ക് എന്താണോ ഡാറ്റ കിട്ടുന്നത് അതേ രീതിയിൽ തന്നെ അത് ഉപയോഗിക്കണം, അല്ലേ. അതിൽ നമുക്ക് കൂടുതൽ അതായത് ഫിനിഷ്ഡ് അല്ലെങ്കിൽ സെമി ഫിനിഷ്ഡ് രീതിയിലാണ് നമുക്ക് ആ ഒരു ഡാറ്റ കിട്ടുന്നത്, അല്ലേ. അപ്പോൾ കൂടുതൽ വ്യത്യാസപ്പെടുത്തി നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി ആ ഡാറ്റ ഉപയോഗിക്കാൻ സാധിക്കില്ല. പക്ഷേ പ്രൈമറി ഡാറ്റയിൽ നമുക്ക് നമ്മുടെ അനാലിസിസിന് വേണ്ടി ആവശ്യമുള്ള ചേഞ്ചസ് ഒക്കെ വേണമെങ്കിൽ വരുത്തുന്നതിന് സാധിക്കും. Then it needs more resource in terms of money, machinery and time of collection. പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടി കൂടുതൽ ആളുകളെ സേവനം ആവശ്യമായിട്ട് വന്നേക്കാം, കൂടുതൽ പണം ആവശ്യമായിട്ട് വന്നേക്കാം, സമയം ആവശ്യമായിട്ട് വന്നേക്കാം, അല്ലേ. പക്ഷേ ഇവിടെ സെക്കൻഡറി ഡാറ്റ ആണെങ്കിൽ നമുക്ക് പണം അല്ലെങ്കിൽ മറ്റ് മെഷീനറികൾ, മറ്റ് ഡാറ്റ കളക്ഷന് വേണ്ടി അനാലിസിന് ഉപയോഗിക്കുന്ന കാര്യങ്ങൾ, ടൈം, അതെല്ലാം നമുക്ക് വളരെ കുറച്ച് മതി. Then it needs more precaution at the time of collection of but less at the time of issue. അപ്പോൾ നമുക്കിവിടെ ഈ ഒരു പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ കോഷ്യസ് ആയിരിക്കണം, അല്ലെങ്കിൽ കൂടുതൽ മുൻകരുതലെടുക്കണം കളക്ഷൻ്റെ സമയത്ത്, അല്ലേ. നമുക്ക് അതായത് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ കിട്ടാൻ വേണ്ടി നമ്മൾ കൂടുതൽ പ്രിക്കോഷൻ എടുക്കേണ്ടതാണ്, മുൻകരുതൽ എടുക്കേണ്ടതാണ്. പക്ഷേ നമുക്ക് ഈ ഒരു സെക്കൻഡറി ഡാറ്റയിലേക്ക് വരുമ്പോൾ നമുക്ക് കളക്ഷൻ്റെ സമയത്ത് പ്രിക്കോഷൻസ് കുറച്ച് മതി. കാരണം എന്താണ്, ഓൾറെഡി നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റ മറ്റുള്ള ആളുകൾ കളക്ട് ചെയ്ത് വെച്ച ഡാറ്റയാണ്, അല്ലേ. അവരാവശ്യത്തിന് മുൻകരുതലെടുത്ത് കളക്ട് ചെയ്ത ഡാറ്റ എന്നുള്ള അസംഷനിൽ നമുക്ക് ആ സമയത്ത് കുറച്ച് precautions എടുത്താൽ മതി. Then it can be collected by different methods like observation, interview, questionnaire method. പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യുന്നതിന് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. ഒബ്സർവേഷൻ, ഇൻ്റർവ്യൂ, ക്വസ്റ്റ്നിയർ, ഷെഡ്യൂൾ, അല്ലേ, നമ്മൾ ആദ്യം കണ്ടു. ഡാറ്റ കളക്ഷന് വേണ്ടി സെക്കൻഡറി ഡാറ്റ കളക്ഷന് വേണ്ടി നമുക്ക് എന്ത് ചെയ്താൽ മതി, കോപ്പിങ് ഡൗൺ ഫ്രം സം പബ്ലിഷ്ഡ് പേപ്പേഴ്സ് ആൻഡ് റെക്കോർഡ്സ്, അല്ലേ. ഓൾറെഡി പബ്ലിഷ് ചെയ്ത പേപ്പറുകൾ അല്ലെങ്കിൽ റെക്കോർഡ്സിൽ നമുക്ക് ആവശ്യമുള്ള വിവരങ്ങൾ നമ്മൾ കോപ്പി ചെയ്തെടുത്താൽ മതി, അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് പ്രൈമറി ഡാറ്റയും സെക്കൻഡറി ഡാറ്റയും തമ്മിലുള്ള ഡിഫറൻസുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ സാമ്പിളിംഗ് ഡിസൈനിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് സാമ്പിളിംഗ് ഡിസൈൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, താങ്ക് യു.